ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ നമ്മളെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നു, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കുറയുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു പരിപാടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി. അത് പിന്നീട് നമ്മൾ തുടരുകയാണ്. അതുമൂലം നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനും പിന്നെ അതുപോലുള്ള എൻ്റെ ഈ പ്രായത്തിലുള്ളവരുമൊക്കെ തന്നെ പഠിച്ച ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം ഞാൻ പഠിച്ച ചെറുവയ്ക്കൽ ഗവൺമെൻറ് LPS ഞാൻ വന്നതിന് ശേഷമാണ്. അതൊരു 100 വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ്. ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ 3 കോടി രൂപ പുതിയ കെട്ടിടം കെട്ടുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 5000 കോടി രൂപയാണ് ഈ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കെട്ടുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് ചിലവഴിച്ചിട്ടുള്ളത്. 5000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കെട്ടിടങ്ങൾ മാത്രമല്ല, 45,000-ഓളം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂംസ്. ഇത് ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. 45,000 ക്ലാസ് റൂംസ് എന്ന് മാത്രമല്ല, ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായി എന്ന് മാത്രമല്ല, മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് അവർക്ക് കൊടുക്കുകയും പരിശീലനം കൊടുക്കുകയും റോബോട്ടിക് കിറ്റ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ ഒരു 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 വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല. മുമ്പത്തെ സ്ഥിതി എന്താ? പാഠപുസ്തകം പരിഷ്കരിക്കാതെ തന്നെ പാഠപുസ്തകം കിട്ടാറില്ല ഓണത്തിന്. ഓണം നേരത്തെ വന്നതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രിമാരും കേരളത്തിലുണ്ട്. അഹങ്കാരത്തോടുകൂടി പറയുന്നതല്ല. സാധാരണഗതിയിൽ ഒരു പുസ്തകം പോയിട്ട് ഒരു ലീഫ്ലെറ്റ് ലെറ്റർ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചാൽ അതിൽ കോമയില്ല, ഇതിൽ കുത്തില്ല, അതിൽ അക്ഷരത്തെറ്റ് ഉണ്ടാണെന്ന് പറഞ്ഞ് ചർച്ചയാണ്. ഈ 3,80,00,000 പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കൃത്യമായി അവരെ കയ്യിൽ കൊണ്ട് എത്തിച്ചിട്ട് ഒരു പരാതി പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, ഇനി സ്കൂൾ അടച്ചു തുറക്കാൻ വേണ്ടി 3 മാസമുണ്ട്. 3 മാസം അവശേഷിക്കുമ്പോൾ 1 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകം കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് തുക്ലക്ക് ബഹിഷ്കാരം എന്നൊക്കെ പറഞ്ഞത്. അത് നമ്മൾ അവർക്ക് നിലനിൽപ്പില്ലാതെ പറഞ്ഞുപോയി, അത് പിൻവലിക്കേണ്ട സാഹചര്യം വന്നു. സിലബസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭരണഘടന പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ കാലത്താണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഈ മാധ്യമ സാക്ഷരതയുമായി ബന്ധപ്പെട്ട്, അതായത് വ്യാജ വാർത്തകളേത് അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ അതിലേക്കൊക്കെ നയിച്ചത് എന്തായിരുന്നു? ഇപ്പോൾ ഭരണഘടനാ ലംഘനം രാജ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ 1 മുതൽ 12 വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലും നമ്മൾ പ്രിൻ്റ് ചെയ്ത പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി ചേർക്കും. യഥാർത്ഥം എനിക്കൊരാഗ്രഹങ്ങളുണ്ടായിരുന്നു, അതിനിപ്പോൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ഉണ്ടാക്കി. മതേതരത്വമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, രാജ്യസ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രിയാമ്പിളിൽ വരുന്നല്ലോ. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാനം ഞാൻ ആദ്യമായിട്ട് പറയാം നിങ്ങളോട്. ഗാനം രൂപീകരിച്ച് അത് എല്ലാ സ്കൂളുകളിലും സ്കൂളിൽ ഇപ്പം പിന്നെ പാടുന്ന ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടായിട്ട് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. അടുത്ത LDF ഗവൺമെൻറ് വരുമ്പോൾ അതിനെ സംബന്ധിച്ചോളം ആലോചിക്കുക എന്നുള്ളതാണ്. പുതിയ ഘട്ടങ്ങളിലെല്ലാം പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള റാമ്പും അതുപോലുള്ള സംവിധാനം ഉണ്ടാവണമെന്നുള്ള അങ്ങനെ ഒരു സമഗ്രമായ മാറ്റം നമുക്ക് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാ മണ്ഡലത്തിനും കിഫിയുടെ ഫണ്ടുണ്ടല്ലോ. കിഫി എതിർക്കുന്നവരുണ്ടല്ലോ. UDF കിഫി എതിർക്കുന്നുണ്ട്. പക്ഷേ അവരെ മണ്ഡലത്തിൽ തലയോർത്തി നിൽക്കുന്ന ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ കിഫിയുടെ ആണ്. വയനാട് പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുണ്ടല്ലോ മുമ്പ്, ബത്തേരി സ്കൂൾ. അവിടെ 3 നില പിന്നെ കെട്ടിടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.